എന്തുവാടാ കോഫി ഷോപ്പിന് മൊത്തത്തില് മാറ്റം ഉണ്ടല്ലോ. എല്ലാം എന്റെ പ്ലാനിങ് സണിച്ചേ. അതിന്റെ ഒരു കുറവേ ഉള്ളു, ബാക്കി എല്ലാം ഓക്കെ തന്നെ. എടാ നിന്നെ ഇടിച്ച് കോവിലാക്കിയമായിട്ടുള്ള മീറ്റിംഗ് എപ്പോഴാണ്? അതുടനെ അറേഞ്ച് ചെയ്യാം. എടാ ഉടനെ ഒന്നും പറഞ്ഞാലൊന്നും പറ്റത്തില്ല. അവിടെ റബ്ബർ വെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൂക്കോച്ചാനെ പിള്ളേർ കിടന്ന് വിളിയോട് വിളി. അത് എത്ര വെട്ടാണെന്ന് വെച്ചാൽ വിളിച്ചോട്ടെ. ഇപ്പൊ അറിയാണ്ടെങ്ങാനും ഇച്ചാന്റെ വായന്ന് തോറ്റ വീണ് റോയിച്ചനെങ്ങാനും അറിഞ്ഞാ പിന്നെ തീർന്നു. ഓ ഒന്നുമില്ലടാ മക്കളെ, നീ വേണ്ടാന്ന് പറഞ്ഞോണ്ട്. അല്ലെങ്കിൽ ഞാൻ റോയെ കൊണ്ട് തന്നെ അമ്മമാർക്കിട്ട് രണ്ടെണ്ണം കൊടുപ്പിച്ചേനെ. അയ്യോ സണിച്ചായ ഈ പൊട്ടീര് പിടി എന്നൊക്കെ പറയുന്ന കേട്ടാ തന്നെ റോയിച്ചന് സംശയാവും. ഒന്ന് നിർത്ത്. എന്നാ പിന്നെ മൗന നോമ്പ്. ആ സണ്ണിച്ചായ, രാവിലെ ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അത് ശരി, പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ നിന്ന് മുങ്ങാനായിരിക്കും. അയ്യേ ഛേ, എന്താ ചേ ഇങ്ങനെയൊക്കെ പറയാ? എടാ നീ ഇവിടെ ഒരു കുഞ്ഞിച്ചായം കളിച്ച് നടക്കുകയാണല്ലേ? അങ്ങനെ ഒന്നുമില്ല, ചെറുതായിട്ട്. എടാ വിഷയം എന്താണെന്നറിയാമോ? നീ തനി കൊച്ചിക്കാരനായടാ മോനെ റോയി. എന്താ ചേ അങ്ങനെ പറഞ്ഞത്? അവന്റെ ഉടുപ്പിന്റെ ഒരു കോലവും കോഫി ഷോപ്പിന്റെ ഡിസൈനും അവന്റെ ഒരു സംസാരവും. ഇതാണ് റോയ് സാറ് പറഞ്ഞ തിരുവനന്തപുരത്ത് നിന്ന് എന്ന കുരിശി. കുരിശോ? എടാ ഈ കുരിശ് ഏണിയാവുന്ന നീ കണ്ടിട്ടുണ്ടോടാ? ഉണ്ടോടാ? സണ്ണിച്ചായ വിട്ടേര്, പാവം. സണിച്ചായ വിട്ടേര്, ശരിക്കും പിടിച്ച് തിരുമിട്ട് വിട്ടേരെ വിട്ടേരെ പാവം. എന്താടാ അവന്റെ പേര്? സുനില്. കുനിലേ? സുനില്. എടേ തിരുവനന്തപുരത്ത് ഞാൻ പിടിച്ച ചെവി പിന്നെ ഒരു മനുഷ്യൻ പിടിക്കാൻ കാണൂല കേട്ടാ. അതെന്താ ചെവിതീറ്റക്കാരനാണോ? അതുകൊണ്ടല്ലേ പിന്നെ ആർക്കും പിടിക്കാൻ വേണ്ടി ആ ചെവി എവിടെ ഞാൻ വെച്ചേക്കൂലേ കേട്ടാ. നീ ആയതുകൊണ്ട് വെറുതെ വിട്ടെന്നേ ഉള്ളൂ. അതെന്താ? എടാ ഉപയോഗം ഇല്ലാത്ത സാധനം ആയതുകൊണ്ട് ഞാൻ എടുത്തില്ലെന്നേ ഉള്ളു. എന്തെടുക്കണ? എനിക്കിത് വേണം. അല്ല, അവനെ പറഞ്ഞിട്ടും കാര്യമില്ല, അവന്റെ വെളിവാകെ പോയിരിക്കുക. എപ്പോ? എന്താ പറ്റിയ സുനിലെ? ഒന്ന് ചുമ്മാ ഇരിടാ. അല്ലിച്ചായ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇവിടെ ഉണ്ടായിരുന്ന സാറാ പോയല്ലോ. അപ്പോ ഇവനാണ് ഇവിടെ ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എടാ അവള് നമ്മുടെ കൊച്ചല്ലായിരുന്നടേ. അവക്ക് എന്തെന്റെ കുറവായിരുന്നു ഒളിച്ചോടി പോവാൻ വേണ്ടി. എടാ എന്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കല്യാണം നടത്തി കൊടുക്കുമായിരുന്നല്ലടേ. വെറുക്കപ്പെട്ടവള്. ആരും വേണ്ടിച്ചായ ദേ ഇവൻ ഒറ്റടുത്ത് വന്നിരുന്നെങ്കിൽ ഉണ്ടല്ലോ. കണ്ടോ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എപ്പോഴും എന്നെ വഴക്കുറഞ്ഞോണ്ടിരിക്കും റോയിച്ചൻ. എടാ റോയ് മോനെ, എടാ നമ്മുടെ തറവാട്ടിലെ ഏറ്റവും ഇളയവൻ തന്നല്ലേ അവൻ. അവൻ കുറച്ചാലൂടെയൊക്കെ അടിച്ചു പൊളിച്ച് നടക്കട്ടെടേ. സണ്ണിച്ചായനല്ലേലും ഇതേ പറയുള്ളൂ എന്ന് എനിക്കറിയാം. ഇച്ചായൻ തന്നെ പറ, ഇവൻ ഒറ്റടുത്തിനെ കൊണ്ട് ഞാൻ ഈ കോഫി ഷോപ്പ് എങ്ങനെ നടത്തിക്കൊണ്ടു? എടാ റോയ് മോനെ, നീ ഇത്ര വിഷമിക്കുക എന്തിനാണ് കേസ്? എടാ ഇതിന്റെ പണിയുടെ പേരെന്തിനാണ്? ഹോട്ടൽ മാനേജ്മെന്റ്. എടാ എന്നാ പിന്നെ ഇത് പഠിച്ച പിള്ളേരെ ഇന്റർവ്യൂ തരേ. പക്ഷെ പെൺകുട്ടികളെ എടുത്താലേ അവര് കോഫി ഷോപ്പ് നന്നായിട്ട് നോക്കി നടത്തുള്ളൂ. അത് കറക്റ്റ്. ആ എന്നാ അങ്ങനെ ആയിക്കോട്ടെ. അത് ടോണി പറഞ്ഞതിൽ കാര്യമുണ്ട്. എടാ റോയ് മോനെ, എന്നാ പിന്നെ ഒന്നും നോക്കാനില്ല, നാളെ തന്നെ ഇന്റർവ്യൂ നടത്തി ആളിനെ എടുക്കുന്നു. ആയിക്കോട്ടെ, ഞാൻ റെഡി. അങ്ങനെ നീ റെഡി ആവണ്ട. ഇന്റർവ്യൂവിന് ഞാനും സണ്ണിച്ചായനും മാത്രം മതി. സണ്ണിച്ചായ ഞാനും കൂടെ. എടേ റോയ് മോനെ, എടേ സണ്ണിച്ചായ പറഞ്ഞു ബുദ്ധിമുട്ടണ്ട. കോഴിക്ക് കുറുക്കൻ, അതല്ലേ പ്രമാണം. അതാവണമടാ പ്രമാണം. എന്താ നീ വിളിച്ചത്? എടാ ടോണി, നീ അവനെ എടാന്ന് വിളിക്കാനും മാത്രം ഒന്നും വളർന്നിട്ടില്ല കേട്ടാ. അതാവുമ്പോ ഞാൻ പറയാം. നിന്നോട് എനിക്ക് ഇഷ്ടമൊക്കെ തന്നെ എന്നും പറഞ്ഞ് ഈ പരിപാടിക്കൊന്നും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല കേട്ടല്ലേ. റോയ്മോൻ തന്നെടാ, അല്ലടാ മോനെ? എന്തൊരുമ. ഞാൻ കാരണം ഇപ്പൊ രണ്ടുപേരും കൂടെ കണ്ടു. അതെ, അതെനിക്കറിയായിരുന്നു. അതെന്തിനാന്ന് കൂടി അറിഞ്ഞിട്ട് വേണം ബാക്കി. ടോണി ഒന്നേ എന്തിനാണാവോ ദൈവം. മനസ്സിലായല്ലോ. കമ്പനിക്ക് തിരിച്ചു കിട്ടാനുള്ള തുക തിരിച്ചു പിടിക്കുന്ന സെക്ഷനാണ് നമ്മുടേത്. ഒരു ഗോള് കൊണ്ടൊന്നും ഈ സാറന്മാര് പിടി തരൂല. പല പ്രാവശ്യം വിളിച്ച് അലിവ് തോന്നി വല്ലതും തിരിച്ചടച്ചാലായി. അപ്പൊ ഇവരൊന്നും തിരിച്ചടച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും ദേവേട്ടാ? അടച്ചില്ലെങ്കിൽ എന്താ, അവനെ അവസാനം നമ്മൾ എഴുതി തള്ളും. അല്ലാതെന്താ? ഓ, അപ്പൊ കമ്പനി നഷ്ടത്തിലാവില്ലേ? ഇതൊക്കെ ഇൻഷുറൻസ് ക്ലെയിം ഉള്ള കമ്പനിയല്ലേ പാറു. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടിയില്ലെങ്കിൽ അവര് തരും. ഓ അങ്ങനെയാണല്ലേ. ശരിക്കും പറഞ്ഞാ നമുക്ക് ഈ കാർഡിന് ആവശ്യമുണ്ടോ ദേവേട്ടാ? നമ്മക്കെന്തിനാ? ഇതൊന്നും ശരിയല്ലേ പാറു. അതല്ല ദേവേട്ടാ, നമ്മള് മലയാളികൾക്ക് ഈ കാർഡിന് ആവശ്യമുണ്ടോന്ന് ഞാൻ ചോദിച്ചേ. എവിടുന്ന്? ഈ സായിപ്പന്മാരെ അനുകരിക്കലല്ലേ നമ്മൾ മലയാളികളെ പണി. എന്തായാലും എല്ലാം കൂടെ ഒന്നും ഇപ്പൊ പഠിക്കണ്ട. ഇന്ന് ഇത്രയും മതി. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു ഒക്കെ ഇരിക്കാം. അത് ദേവേട്ടാ, പെട്ടെന്നെല്ലാം പഠിച്ചെടുത്ത് ഒരു മാസം സാലറി ഒക്കെ വാങ്ങി പിന്നെ പോരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കല്. അന്ന് ഈ എന്തെങ്കിലും പറയണ്ട. അന്ന് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പറയാം. എന്താ? എന്നാ ഡ്രസ്സിംഗ് സെൻസ് എന്റെ പാർവതി മോക്ക്, പറയാതിരിക്കാൻ വയ്യ. ഡ്രസ്സിംഗില് മാത്രമല്ല, സെൻസ് എല്ലാ കാര്യത്തിനും വളരെ അത്യാവശ്യമാണ് ദേവേട്ടാ.
ദേവേട്ടനൊരു സംശയം. ഇത് പാറു ദേവേട്ടനെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ? ഛേ, എന്താ ദേവേട്ട അത്? എന്താ ഒരു സംശയം? ദേവേട്ടനല്ലാതെ ഞാൻ വേറെ ആരെ ഉദ്ദേശിക്കുക? എനിക്ക് ദേവേട്ടൻ ഉദ്ദേശിക്കാനുള്ള ഫ്രീഡം പോലും ഇല്ലേ? അയ്യോ, എന്തെങ്കിലുമൊക്കെ അധികാരം ദേവേട്ടനിൽ ഉണ്ടെങ്കിൽ അത് പാറുവിന് മാത്രമാ, അറിയോ? ദേവേട്ടാ, എന്റെ ഫ്രണ്ട് കുറച്ചു നേരമായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യാ. ആ, അതിനെന്താ പാറു, ഈ ഓഫീസ് പാറുവിന്റെയും കൂടെയാ. പാറുവിന്റെ ഏത് ഫ്രണ്ടിന് വേണമെങ്കിലും ഈ ഓഫീസിൽ വന്ന് വെയിറ്റ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അതല്ല, എനിക്കൊന്ന് പോണായിരുന്നു. ശ്ശ്, ഒരു കണക്കിന് വഴിപാടും പ്രാർത്ഥന നടത്തിയിട്ടാ പാറു ഇവിടെ ജോലിക്ക് വന്നത്. അപ്പം വെയിറ്റ് ചെയ്യുന്ന ഫ്രണ്ടാ വലുതല്ലേ? അയ്യോ ദേവേട്ടാ, ഞാൻ ഉഫ്. ഓ, എവിടെയാ ഞാൻ വെച്ചേ? എന്താടി എന്താ കിടന്ന് തപ്പുന്നത്? എന്റെ ഫേസ് പാക്ക് കാണാനില്ല റോയ്ച്ച. ഈ പാതിരാത്രിക്ക് എന്തിനാ നിനക്ക് ഫേസ് പാക്ക്? പാതിരാത്രിയിൽ എന്താ പോയി സാധനം തപ്പിയെടുക്കണ്ടേ? എടി അതൊരു അത്യാവശ്യ സാധനമാണോ? അല്ലല്ലോ. അതേലോ, നാളെ എന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം ഞാൻ പറഞ്ഞില്ലേ. ഈ കോലത്ത് ഞാൻ എങ്ങനെ അങ്ങോട്ട് പോവാ? എടി അത് നാളെയല്ലേ, അത് വിട്, നമുക്ക് തപ്പിയെടുക്കാം പോരെ? യോ പറ്റത്തില്ല. ഇന്ന് ഇതിട്ട് ഫേഷ്യൽ ചെയ്തിട്ട് നാളെ ആ കല്യാണ വീട്ടിൽ പോയി 10 പേരെ കാണിക്കുന്നത് വരെ ഈ വെപ്രാളം കാണും. ആ കാണുവാടാ. ഏതായാലും നിന്റെ ഒരു മൊബൈൽ ഫോൺ പോയപ്പോ ബോധം കിടന്നേക്കാളും ഭേദമാണത്. അത് പിന്നെ ഞാൻ എല്ലാവർക്കും ഒരു ഊർജ്ജം കിട്ടിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ഒരു നമ്പർ ഇറക്കിയത്. ആ, എന്നാ പിന്നെ ഇത് എന്റെ ഒരു നമ്പർ തന്നെയാ. എല്ലാരും എന്റെ ഫേസ് പാക്ക് ഒന്ന് തപ്പിക്കേ. ഇതേ ലോകത്തിൽ ചെലവാകാത്ത കോടാനുകോടി നമ്പറുകളുടെ കൂട്ടത്തിൽപ്പെടുത്തിയത്. റോയ്ച്ച, എന്തോ ഇവന്മാരും എന്റെ ഫേസ് പാക്ക് എടുത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുക. അവന്മാർക്ക് നിന്നെ നിന്റെ ഫേസ് പാക്ക്? നീ വെറുതെ അവരെ തെറ്റായിരിക്കല്ലേ? അവന്മാരല്ലെങ്കിലേ സുന്ദരന്മാരല്ലേ? ആഹാ, അപ്പൊ ഞാൻ സുന്ദരിയല്ലാന്നല്ലേ? ആ? പറ, പറ റോയ്ച്ച. ഇല്ല. എന്തരടെ ഇവിടെ പ്രശ്നം? ഈശ്വരാ, അത് മൊത്തം തീർത്തു. ഇല്ല മോളെ, മൊത്തം തീർന്നിട്ടില്ല, ഇത്തിരിയും കൂടെ ഉണ്ട്. മോക്ക് വേണ്ടി വെച്ചിരുന്നേ. ഈ പണി മൊത്തം എനിക്ക് വെച്ചത് പോരാഞ്ഞിട്ടാ? അല്ല സണ്ണിച്ച, ഇതെന്താ ഉദ്ദേശിച്ചത്? ഒന്നുമല്ലടാ മക്കളെ, വൈകുന്നേരം കണ്ണാടി നോക്കിയപ്പോ മുഖത്തിനൊരു വാട്ടം. അപ്പൊ നോക്കിയപ്പോ ഈ ക്രീം അവിടെ ഇരിക്കുന്നു. ഒന്ന് ശ്രമിച്ചു നോക്കിയതാ. ഇപ്പൊ കുഴപ്പമായി വരുന്നുണ്ടോന്നൊരു സംശയം. ഇത് മൊത്തം തീർത്തു. അത് ചെറുതായിരുന്നല്ലേ മോളെ? എന്റെ മുഖം ചെറുതല്ലേ റോയ്ച്ച? ഈ ഭീകര തലയ്ക്ക് ഇങ്ങനത്തെ 2 വേണം. പാറു, നീ എന്താ പറഞ്ഞ? ഭീകരന്റെ തലേ? സണ്ണിച്ചായനെ കുറിച്ച് നീ അങ്ങനെ പറഞ്ഞ ശരിയായില്ല. നീ പോടാ.